السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين وبعد. اللهم رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. മുഅ്മിനീങ്ങളെ, 17/2/2017 UAE ഖുത്ബയുടെ വിഷയം കായിക വ്യായാമത്തിന്റെയും ശാരീരിക ക്ഷമതയുടെയും പ്രാധാന്യമാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാൻ ആദ്യമായി എന്നെയും ശേഷം നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ശുദ്ധ ഖുർആൻ പറയുന്നു, വതസവ്വദു ഫഇന്ന ഖൈറസ്സാദിത് തഖ്വാ. യാത്രയ്ക്കായി നിങ്ങൾ സജ്ജീകരണങ്ങൾ ഒരുക്കണം, പാഥേയം തയ്യാർ ചെയ്യണം. ഫഇന്ന ഖൈറസ്സാദിത് തഖ്വാ. ഏറ്റവും ഉദാത്തമായ പാഥേയം ഭയഭക്തിയാണ്. വത്തഖൂനി യാ ഉലിൽ അൽബാബ്. ബുദ്ധിശാലികളെ, നിങ്ങൾ എന്നെ സൂക്ഷിക്കുവിൻ എന്ന് ഖുർആൻ ആഹ്വാനം ചെയ്യുന്നു. മുഅ്മിനീങ്ങളെ, വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇന്ന ലിജസദിക അലൈക ഹഖ്ഖ. നിശ്ചയം നിന്റെ ശരീരത്തോട് നിനക്ക് കടപ്പാടുണ്ട്. വലി റബ്ബിക അലൈക ഹഖ്ഖ. നിന്റെ റബ്ബിനോട് നിനക്ക് ബാധ്യതകളുണ്ട്. വലി അഹ്ലിക അലൈക ഹഖ്ഖ. നിന്റെ കുടുംബത്തോട് നിനക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഫഅഅതി കുല്ലദീ ഹഖ്ഖിൻ ഹഖ്ഖഹ്. ഓരോരുത്തർക്കും അവരർഹിക്കുന്ന അവകാശങ്ങൾ നീ വകവച്ചു നൽകണമെന്ന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരീരത്തോട് നാം കാണിക്കേണ്ട കടപ്പാടുകളിൽപ്പെട്ടതാണ് ശരീരത്തെ ഫലക്ഷയങ്ങളിൽ നിന്നും ദുർബലതയിൽ നിന്നും സംരക്ഷിക്കുക എന്നത്. കാരണം അൽ മുഅ്മിനുൽ ഖവി, ബലവാനായ സത്യവിശ്വാസി, ഖൈറുൻ, അവൻ ഉദാത്തനാണ്, വ അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറെ ഇഷ്ടമുള്ളവനുമാണ്, മിനൽ മുഅ്മിനിൽ ദഈഫ്, ദുർബലനായ വിശ്വാസിയേക്കാൾ എന്നതാണ് ഇസ്ലാമിന്റെ പാഠം. ശാരീരിക ക്ഷമതയും ആരോഗ്യവും ഒരു മനുഷ്യന് തന്റെ ജീവിതത്തിൽ കർമ്മങ്ങൾ നിർവഹിക്കുന്നതിനും ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനും മറ്റുള്ളവർക്ക് സഹായമേകുന്നതിനും ഏറെ വലിയ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. വിശുദ്ധ നബിയുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സംഭവ കഥ വിവരിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആൻ ഒരു സംഭവം പറയുന്നത് കാണാം. അദ്ദേഹം സ്വന്തം നാടുവിട്ട് മദിയനിലേക്ക് പലായനം ചെയ്ത് മദിയനിലെ ജലസ്രോതസ്സിനു സമീപമെത്തിയപ്പോൾ ഖുർആൻ പറയുന്നത് പോലെ, വജദ അലൈഹി ഉമ്മതൻ മിനൻ നാസി യസ്ഖൂൻ. കാലിക്കൂട്ടങ്ങളെ ജലപാനം ചെയ്യിക്കുകയായിരുന്ന ഒരു സംഘം ആളുകളെ അദ്ദേഹം അവിടെ കണ്ടുമുട്ടുകയുണ്ടായി. വവജദ മിൻ ദൂനിഹിം ഇംറഅതൈനി തദൂദാൻ. അവരിൽ നിന്നകലെയായി തങ്ങളുടെ ആട്ടിൻപറ്റത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുന്ന രണ്ടു സ്ത്രീകളെയും അദ്ദേഹം ദർശിക്കുകയുണ്ടായി. ഖാല മാ ഖത്ബുകുമാ ഖാലതാ ലാ നസ്ഖി ഹത്താ യുസ്ദിറ അർരിആ. എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് അന്വേഷിച്ചതിന് അവർ അദ്ദേഹത്തോട് ഇങ്ങനെ പ്രതികരിച്ചുവത്രേ, ഇടയന്മാർ കാലികൾക്ക് പാനം ചെയ്യിച്ച് മടങ്ങിപ്പോയാലേ ഞങ്ങൾ ഞങ്ങളുടെ മൃഗങ്ങൾക്ക് വെള്ളം നൽകുകയുള്ളൂ. വ അബൂനാ ശൈഖുൻ കബീർ. ഞങ്ങളുടെ പിതാവാണെങ്കിൽ വയോവൃദ്ധനുമാണ്. അഥവാ ഞങ്ങളുടെ പിതാവ് വാർദ്ധക്യ സഹജമായ ബലഹീനതകൾ കാരണം അദ്ദേഹത്തിന്റെ കാലികൾക്ക് വെള്ളം നൽകാൻ അദ്ദേഹത്തിനു സാധ്യമല്ല. അതുകൊണ്ട് കാലികൾക്ക് വെള്ളം നൽകുക എന്ന ഉത്തരവാദിത്വം അദ്ദേഹത്തിന്റെ പെൺമക്കളായ ഞങ്ങളിൽ വന്നു ചേർന്നിരിക്കുകയാണ്. ഇത് മനസ്സിലാക്കിയ ബലവാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ സഹോദരിമാർക്ക് അവരുടെ മൃഗങ്ങൾക്കു വേണ്ട വെള്ളം കണ്ടെത്തുന്നതിന് സഹായം ചെയ്തു കൊടുക്കുകയാണ്. സംതൃപ്തരായി വീട്ടിലേക്ക് മടങ്ങിയ ഈ സഹോദരിമാർ തങ്ങളുടെ പിതാവിനോട് പറയുന്ന കാര്യം ഖുർആൻ തന്നെ നമ്മോടിങ്ങനെ പറയുന്നു, ഖാലത് ഇഹ്ദാഹുമാ യാ അബതി ഇസ്തഅ്ജിർ. അവരിൽ ഒരാൾ ഉപ്പയോട് ഇങ്ങനെ പറഞ്ഞു,
ഇദ്ദേഹത്തെ നിങ്ങൾ കൂലിക്കാരനായി നിശ്ചയിക്കണം പിതാവേ. ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയ്യുൽ അമീൻ, നിശ്ചയം കൂലിക്കാരനായി നിശ്ചയിക്കുന്നവരിൽ ഏറ്റവും നല്ലവൻ ശക്തനും വിശ്വസ്തനുമായ ആളാണ് എന്നും അവരിൽ ഒരാൾ തന്റെ പിതാവിനോട് പറഞ്ഞുവത്രേ. അഥവാ പിതാവിന്റെ ശ്രദ്ധയിലേക്ക് അവർ കൊണ്ടുവരുന്ന കാര്യം നമ്മുടെ കാലികൾക്ക് സംരക്ഷണമേകാനും നമ്മുടെ കർമ്മങ്ങൾ നിർവഹിക്കുവാനും ശക്തനായ ആരോഗ്യമുള്ള ഒരാളെ നമുക്ക് ആവശ്യമുണ്ടെന്നാണ്. ചുരുക്കത്തിൽ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ കരസ്ഥമാക്കുവാൻ ശാരീരികക്ഷമത അത്യന്താപേക്ഷിതമാണ്. ഖുർആൻ തന്നെ ദുൽഖർനൈൻ രാജാവിന്റെ ചരിത്രം പറയുന്നിടത്ത് സൂറത്തുൽ കഹ്ഫിൽ ഒരു പ്രദേശത്ത് അദ്ദേഹം കടന്നു ചെല്ലുമ്പോൾ അവിടത്തുകാർ ദുൽഖർനൈനിയോട് ചോദിച്ചുവത്രേ, സഹായം ചോദിച്ചുവത്രേ, ശത്രുക്കളുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന്, അതിക്രമങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഞങ്ങൾക്കൊരു മതിൽക്കെട്ടു തീർത്തു തരണമെന്ന്. അവരോട് ദുൽഖർനൈൻ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്: ശാരീരികക്ഷമത കൊണ്ട്, നിങ്ങളുടെ ശാരീരിക ബലം കൊണ്ട്, കായബലം കൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം. അജ്അൽ ബൈനകും വബൈനഹും റദ്മ, നിങ്ങൾക്കും അവർക്കുമിടയിൽ ബലിഷ്ഠമായ മതിൽ ഞാൻ തീർത്തു തരാം. അഥവാ എനിക്കു നിങ്ങളിൽ നിന്ന് വേണ്ടത് നിങ്ങളുടെ കായികക്ഷമതയാണ്. അവരതു നൽകുകയും ഒന്നിച്ചു പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് ദുൽഖർനൈൻ രാജാവ് അവർക്കു വേണ്ടി ആ മതിൽ പണിതു നൽകിയെന്നും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അഥവാ കായികക്ഷമതയുള്ള സമൂഹമുണ്ടാകുമ്പോൾ ആ സമൂഹത്തിൽ പ്രതീക്ഷാനിർഭരമായ ജീവിതവും സംസ്കാരങ്ങളുടെ നിർമ്മിതിയും സാധ്യമാവുമെന്ന് ഖുർആൻ നമ്മോട് പറയുകയാണ്. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികൾ ശത്രുക്കൾക്കെതിരെ പോരാടാൻ ഞങ്ങൾക്കൊരു രാജാവ് വേണമെന്നാവശ്യപ്പെടുകയും അതുപ്രകാരം താലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു ചുമതലപ്പെടുത്തുകയും ചെയ്തു. സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങളൊന്നുമില്ലാതിരുന്ന ദരിദ്ര കുടുംബാംഗമായിരുന്ന താലൂത്തിന്റെ ഗുണവിശേഷണമായി ഖുർആൻ എടുത്തു പറഞ്ഞത് ഇങ്ങനെയാണ്: വസാദഹു ബസ്തതൻ ഫിൽ ഇൽമി വൽ ജിസ്ം, വിജ്ഞാനവും ശാരീരിക ശേഷിയും അള്ളാഹു അദ്ദേഹത്തിന് കൂടുതൽ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മികവിനും മുന്നേറ്റത്തിനും കാരണവും അതുതന്നെയായിരുന്നുവെന്നാണ് ഖുർആൻ പറയുന്നത്. മുഅ്മിനീങ്ങളെ, കായികാഭ്യാസങ്ങൾ ശാരീരികക്ഷമത വർദ്ധിപ്പിക്കുകയും ഉന്മേഷവും ഊർജ്ജസ്വലതയും ഉണ്ടാക്കുകയും ചെയ്യും. ഓരോരുത്തർക്കും കായിക വിനോദങ്ങളും വ്യായാമവും പല രീതിയിലാവാം. എന്നാൽ വിവിധ ഇനങ്ങളിൽ ഏറെ ലളിതമായതും എന്നാൽ വളരെ പ്രാധാന്യമർഹിക്കുന്നതും പതിവായുള്ള നടത്തമാണ്. ഏതു പ്രായക്കാർക്കും അനുവർത്തിക്കാവുന്ന വ്യായാമമാണത്. വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ യാത്രകളിൽ അത് പ്രയോഗവൽക്കരിക്കാറുണ്ടായിരുന്നു. ശരീരത്തിന് ഉപകാരപ്പെടുന്ന വിധം ആവേശത്തോടെ തെല്ല് ധൃതിയിലായിരുന്നു വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നിരുന്നത്. വിവിധ തരം രോഗങ്ങൾക്ക് തടയിടുന്നതിനായി ഡോക്ടർമാർ ഇന്ന് നിർദ്ദേശിക്കുന്നതും നടത്തമാണ്. അത് രക്തസംക്രമണ വ്യവസ്ഥിതിയെ ത്വരിതപ്പെടുത്തുകയും സമ്പൂർണമായ രക്തവ്യവഹാരം സാധ്യമാക്കുകയും ഊർജ്ജസ്വലതയും ഓജസ്സും വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. കൂട്ടുകാരോടും സഹപ്രവർത്തകരോടും ഒന്നിച്ച് നടത്തം ശീലമാക്കിയാൽ അത് ദീർഘകാലം തുടർന്നു പോകുവാനും ഇടക്കാല ഭംഗം വരാതിരിക്കുവാനും സഹായിക്കും, പരസ്പരം പ്രോത്സാഹനമാവുകയും ചെയ്യുമെന്നാണ് അനുഭവം. ലോകഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുചരന്മാരോടൊത്ത് നടക്കാറുണ്ടായിരുന്നു. സഹധർമ്മിണിമാരെ, സ്വന്തം ഭാര്യമാരെ സവാരിക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ കൂട്ടാറുണ്ടായിരുന്നു. മുഅ്മിനീങ്ങളെ, നിയന്ത്രണ വിധേയമായ ഓട്ടമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിഗണന കൊണ്ട് അനുഗ്രഹീതമായ മറ്റൊരു കായിക വ്യായാമം. സ്വന്തം ജീവിതത്തിൽ അവിടുന്ന് അത് ചെയ്യാറുണ്ടായിരുന്നു. ആയിഷ ബീവി പറയുന്നത് പോലെ, ഒരു യാത്രയിൽ ഞാൻ നബി തങ്ങളോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഒരു നിശ്ചിത സ്ഥലത്ത് ഞങ്ങൾ ഓട്ടമത്സരം നടത്തി. ആയിഷ ബീവി പറയുന്നു, അന്നു ഞാനാണ് മുന്നിലെത്തിയത്, ഞാനാണ് വിജയിച്ചത്. പക്ഷേ പിന്നീട് ഞാൻ തടി കൂടിയപ്പോൾ, ശരീരം സ്വാഭാവികമായി പുഷ്ടിപ്പെട്ടപ്പോൾ വീണ്ടും ഞങ്ങൾ ഓട്ടമത്സരം നടത്തുകയും അന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നിലെത്തുകയും ചെയ്തു. അപ്പോൾ അവിടുന്ന് പറഞ്ഞുവത്രേ, അന്ന് നീ വിജയിച്ചിരുന്നു,
ഇത് അതിന് പകരമായിരിക്കുന്നു, ഇപ്പോൾ സമനിലയായെന്നും തമാശ രൂപേണ വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അത്രേ. മുഅ്മിനീങ്ങളെ, അമ്പെയ്ത്ത് പരിശീലിക്കുവാനും അതിൽ മികവ് പുലർത്തുവാനും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാഷ്ട്ര സംരക്ഷണത്തിലും ദേശരക്ഷയിലും ഇത് വഹിക്കുന്ന വലിയ പങ്കു മനസ്സിലാക്കിയത് കൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ചത്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പ്രസംഗിച്ചു അത്രേ, അലാ ഇന്നൽ ഖുവ്വത അർറമ്യ, ശക്തി എന്ന് പറയുന്നത് അമ്പെയ്ത്താണ് എന്നവിടുന്ന് 3 പ്രാവശ്യം മിമ്പറിൽ വെച്ച് പ്രസംഗമധ്യേ സൂചിപ്പിച്ചു അത്രേ. ഒരിക്കൽ അമ്പെയ്ത്ത് മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തുകൂടി വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു പോവുകയും അവരെ അവിടുന്ന് നന്നായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു അത്രേ. അവരെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു അത്രേ, ഇർമൂ ബനി ഇസ്മായിൽ, ബനു ഇസ്മായിലിന്റെ സന്തതികളെ, ഇസ്മായിൽ നബിയുടെ സന്തതികളെ നിങ്ങൾ നന്നായി മത്സരിക്കുക, മത്സരം തുടർന്നുകൊള്ളുക. ഫഇന്ന അബാകും കാന റാമിയൻ, കാരണം നിങ്ങളുടെ പിതാവ് ഒരു മികവുറ്റ അമ്പെയ്ത്തുകാരനായിരുന്നു എന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉദ്ദേശിച്ചുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറയുകയും ചെയ്തു അത്രേ. ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിക്കുകയും പരിഗണിക്കുകയും ചെയ്ത മറ്റൊരു കായികാഭ്യാസം കുതിരയോട്ടമാണ്. വ്യക്തിയെയും വ്യക്തിത്വത്തെയും വികസിപ്പിക്കുന്നതിലും മാത്സര്യബോധം വർദ്ധിപ്പിക്കുന്നതിലും അതിന് വലിയ പങ്കുവഹിക്കാനുണ്ട്. വെല്ലുവിളികളെ അഭിമുഖീകരിക്കുവാനും അതിജയിക്കുവാനും അത് വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുതിരയോട്ട മത്സരം സംഘടിപ്പിക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നുവെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത്രേ, അല്ലിമു ഔലാദകുമുസ് സിബാഹ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ നീന്തൽ പഠിപ്പിക്കണം, വറമി, അമ്പെയ്ത്തും നിങ്ങൾ അവരെ പഠിപ്പിക്കണം, വൽ ഫറൂസിയ, കുതിരയോട്ടവും നിങ്ങൾ അവരെ പഠിപ്പിക്കണം. മുഅ്മിനീങ്ങളെ, ഈ മഹത്തായ രാജ്യം ശാരീരികക്ഷമതയ്ക്കും കായികാഭ്യാസങ്ങൾക്കും വലിയ പ്രാധാന്യവും പ്രാമുഖ്യവും നൽകിയിട്ടുണ്ട്. അതിനായി ക്ലബ്ബുകളും പരിശീലന കേന്ദ്രങ്ങളും കളിസ്ഥലങ്ങളും നിർമ്മിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട്. പൊതുജനങ്ങളുടെ ഫലപ്രദമായ ഉപയോഗത്തിനും ഉപകാരത്തിനുമായി അവ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിനായി ദേശീയ, അന്തർദേശീയ, പ്രാദേശിക തലങ്ങളിൽ മത്സരങ്ങളും പ്രോത്സാഹന പദ്ധതികളും നടപ്പിലാക്കുന്നുണ്ട്. പാർക്കുകളോടും പൊതു റോഡുകളോടും ചേർന്ന് നടപ്പാതകളും ട്രാക്കുകളും പണി കഴിപ്പിച്ചിട്ടുണ്ട്. സമൂഹത്തിനും രാഷ്ട്രത്തിനും സ്വന്തത്തിനും ഉപകാരപ്പെടുന്ന ഉത്തമ പൗരന്മാരെ വാർത്തെടുക്കുക എന്ന മഹിതമായ ലക്ഷ്യമാണ് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത്. കായിക വിനോദങ്ങൾ നമുക്ക് ശീലമാക്കുകയും വരും തലമുറയെ നമുക്കതിൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.